അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ബജാജിൻ്റെ പൾസർ N125ഉം എക്സ്ട്രീമിൻ്റെ 125R തമ്മിലുള്ള താരതമ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഈ കഴക്കൂട്ടത്ത് ഞാൻ ഒരു N125 പോലും ഞാൻ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതേപക്ഷം എക്സ്ട്രീമിൻ്റെ 125R ആണെങ്കിൽ ഒരു 10 രൂപയോളം ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർക്കുണ്ട്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഷോറൂമിലൊക്കെ, ബജാജിൻ്റെ ഷോറൂമിലൊക്കെ ടെസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട് N125 ചോദിച്ചു. ഒരിടത്തും തന്നെ ടെസ്റ്റ് റൈഡിനുള്ള വണ്ടികളില്ലെന്നാണ് പറയുന്നത്. സോ ലുക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീം 125Rന് ഏകദേശം കവാസക്കി C900ൻ്റെ ഒരു ചെറിയ കട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ കുറച്ച് മീംസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. സോ നമ്മുടെ N125 പറയുകയാണെങ്കിൽ എനിക്ക് സൈഡ് വെച്ച് നോക്കുമ്പോൾ, സൈഡ് പോർഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ KTMൻ്റെ അഡ്വഞ്ചർ 390യുടെ ഒരു ചെറിയൊരു ലുക്ക് തോന്നിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ഓറഞ്ച് ലിവറി വെച്ച് വരുമ്പോഴുള്ള കളർ വെച്ച് നോക്കുമ്പോൾ. സോ ഇതാണ് ലുക്ക് വൈസ്. രണ്ടും ജസ്റ്റ് കോപ്പി കാറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആൾക്കാർ N125 ആണ് പ്രിഫർ ചെയ്യുന്നത്. റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ആൾക്കാർക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ABS ഉള്ളൊരു വേരിയൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ N125 ഞാനും ചൂസ് ചെയ്തേനെ എന്ന് പറയാം. സോ നമുക്കതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ എക്സ്ട്രീം 125R 1.3 lakhs 1,35,000 ചോദിക്കുന്നുണ്ട് കഴക്കൂട്ടത്ത്. മറ്റുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബട്ട് 1.35 lakhs ആണ് ചോദിക്കുന്നത്. അതേപോലെ N125 വരെയാണെങ്കിൽ 1,20,000 കൂടുതലാവും. ബ്ലൂടൂത്ത് വേരിയൻറ്റ് വേണമെങ്കിൽ 1,27,000 സംതിങ് ആവും. ഇപ്പം ഞാൻ എക്സ്ട്രീമിൻ്റെ കാര്യം പറഞ്ഞാൽ 1,35,000 വരുന്നത് ABS ടോപ്പ് വേരിയൻ്റാണ്. അത് ABS ആണ്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ABS ഇല്ല. N125ൽ ABS ഇല്ല. 127,000 ആണ് പറയുന്നത്. 1,27,000 ആണ് പറയുന്നത്. സോ റേഞ്ച് വരുന്നത് എക്സ്ട്രീമിൽ മൈലേജ് 66 എന്ന് പറയുന്നുണ്ട്. ബട്ട് ഓടിക്കുന്നവർക്ക്, ഓൺ റോഡിൽ ഓടിക്കുന്നവർക്ക് 60 മൈലേജ് കിട്ടുന്നുള്ളൂ. അതേപോലെ നമ്മുടെ N125ൽ വരികയാണെങ്കിൽ 57 എന്നാണ് പറയുന്നത്. പക്ഷേ ചിലവർക്ക് റോഡിൽ ഇറക്കുന്നവർക്ക് 60 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ എക്സ്ട്രീം 125Rന് ഒരു 65 ഒക്കെ പ്രതീക്ഷിക്കാം. ബട്ട് നമുക്ക് ഓൺ റോഡിൽ ഓടിക്കുമ്പോഴും സിറ്റിക്കകത്ത് ഓടിക്കുമ്പോഴും പിന്നെ ഹൈവേയിൽ ഓടിക്കുമ്പോഴും മൈലേജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ 100ഒക്കെയാണ് രണ്ട് വണ്ടിക്കും എത്തുന്നത്. ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുന്നില്ല. ഇത് 125 സെഗ്മെൻറ്റിലെ കമ്പ്യൂട്ടർ ബൈക്സ് അല്ലേ. സോ നമ്മൾ ടോപ്പ് സ്പീഡ് നോക്കുന്നില്ല. പിന്നെ രണ്ട് വണ്ടിയും 5 സ്പീഡ് മാനുവൽ തന്നെയാണ്. സോ രണ്ടും പെട്രോളും തന്നെയാണ്. പിന്നെ എക്സ്ട്രീമിന് 125R 124.7 cc എഞ്ചിനാണ് വരുന്നത്. അതേപോലെ N125 ആണെങ്കിൽ 124.5 cc എഞ്ചിനുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സിലിണ്ടേഴ്സ് വരുന്നത് രണ്ടിലും സിംഗിൾ സിലിണ്ടേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ N125ലാണെങ്കിൽ 2 വാൾവ്സ് വരുന്നതുണ്ട്. അതേപോലെ എക്സ്ട്രീമിലാണെങ്കിൽ സിംഗിൾ വാൾവ്സുമാണ് വരുന്നത് പെർ സിലിണ്ടറിൽ. എന്തായാലും രണ്ടിലും സിംഗിൾ സിലിണ്ടേഴ്സാണ്. 125ൽ 2 വാൾവ്സും എക്സ്ട്രീമിൽ സിംഗിൾ വാൾവ്സുമാണ് വരുന്നത്. പിന്നെ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുമ്പോൾ രണ്ടിൽ സിംഗിളാണ്. പിന്നെ കൂളിംഗ് സിസ്റ്റം പറയുമ്പോൾ നമ്മുടെ N125ഉം എക്സ്ട്രീം 125ഉം എയർ കൂൾഡാണ് വരുന്നത്. പിന്നെ ക്ലച്ച് പ്ലേറ്റ്സ് രണ്ടും വെറ്റ് മൾട്ടിപ്ലേറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് എക്സ്ട്രീമിൽ 10 ലിറ്റർ ടാങ്കുണ്ട്. നമ്മുടെ റിസർവ് 1.6 ആണ് എക്സ്ട്രീമിൽ ടാങ്ക് വരുന്നത്. അതേപോലെ N125ലാണെങ്കിൽ 9.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. 1.5 റിസർവുമാണ്. രണ്ടും BS6 phase 2 തന്നെയാണ്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ N125ൽ ടെലസ്കോപ്പിക് ഫോർക്കും എക്സ്ട്രീമിൽ DR37 കൺവെൻഷണൽ ഫോർക്കുമാണ് വരുന്നത്. റിയർ സസ്പെൻഷൻ ആണെങ്കിൽ N125ൽ മോണോ ഷോക്ക് അബ്സോർബറും എക്സ്ട്രീമിലാണെങ്കിൽ ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുമാണ് വരുന്നത്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റംസിൽ അറിയാമല്ലോ, ABS എക്സ്ട്രീമിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ N125ലാണെങ്കിൽ CBS ആണ് വരുന്നത്. അത് പിന്നെ ഫ്രണ്ട് ബ്രേക്സിൻ്റെ ടൈപ്പ് ആണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. രണ്ടിനും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. 240mm ഡിസ്ക് ബ്രേക്സ്. എക്സ്ട്രീമിൽ ABSഉം പിന്നെ N125ൽ CBS ആണ് വരുന്നത്.
പിന്നെ ഫ്രണ്ട് എക്സ്ട്രീമിൽ 2 പിസ്റ്റൺ വരുന്നുണ്ട്. എക്സ്ട്രീമിൽ 125ലും 2 പിസ്റ്റണാണ് ഫ്രണ്ട് ബ്രേക്സിൽ വരുന്നത്. പിന്നെ റിയർ ബ്രേക്സ് രണ്ടിലും ഡ്രം ബ്രേക്സ് ആണ്. അത് റിയർ ബ്രേക്സ് നമ്മളധികം പ്രതീക്ഷയുണ്ട് 125cc. പിന്നെ ആലോയ് വീൽസ് ആണ് 2 വണ്ടിക്കും വരുന്നത്. പിന്നെ 17 ഇഞ്ചിൻ്റെ ടയർ സെക്ഷൻ തന്നെയാണ് റിയറും ഫ്രണ്ടും 2 വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രീമിൻ്റെ ഫ്രണ്ട് ടയർ സെക്ഷൻ 90യുടെ സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ N125ലാണ് 80യുടെ സെക്ഷനുമാണ് യൂസ് ചെയ്യുന്നത്. റിയർ ടയേഴ്സിലാണെങ്കിൽ N125 100ൻ്റെ സെക്ഷനും എക്സ്ട്രീമിൽ 120യുടെ തിക്ക് സെക്ഷനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടയേഴ്സ് ആണെങ്കിൽ രണ്ടും ട്യൂബ്ലെസ് തന്നെയാണ്. ബോഡി വെയ്റ്റിൻ്റെ റേഷ്യോ പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രീമിൽ 136 kilograms ആണ് പറയുന്നത്. അതേപോലെ N125ലാണെങ്കിൽ 125 kilograms ഉള്ളൂ. സോ വെയ്റ്റ് ഡിഫറൻസിൽ രണ്ടിലും വ്യത്യാസമുണ്ട്. അതേപോലെ സീറ്റ് ഹൈറ്റ് പറയുകയാണെങ്കിൽ 795 N125നും പിന്നെ എക്സ്ട്രീമിന് 794 ആണ് പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് എക്സ്ട്രീമിലാണെങ്കിൽ 180 ഉള്ളൂ. പിന്നെ N125ലാണ് 198 പറയുന്നുണ്ട്. സോ നമുക്ക് N125 ഏകദേശം ഒരു ഓഫ് റോഡറായിട്ട് യൂസ് ചെയ്യാം. സോ 18ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. 18 മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. എക്സ്ട്രീമിനേക്കാളും 18 മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് നമുക്ക് N125 വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചാസിസ് ടൈപ്പ് പറയുകയാണെങ്കിൽ ഡയമണ്ട് ഫ്രെയിമാണ് രണ്ടിലും വരുന്നത്. എക്സ്ട്രീം 125ലും നമ്മുടെ ബജാജിൻ്റെ N125ലായാലും ഡയമണ്ട് ഫ്രെയിംസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാറണ്ടി കാർഡ് പറയുന്നത് 5 വർഷത്തെ വാറണ്ടിയാണ് പറയുന്നത്. N125ന് 75,000ഉം പിന്നെ എക്സ്ട്രീമിൽ 70,000 കിലോമീറ്റേഴ്സുമാണ് വാറണ്ടി പറയുന്നത്. പിന്നെ N125ൽ ഫ്രീ സർവീസ് വരുന്ന 3 സർവീസേ ഉള്ളൂ. അത് 360 ദിവസത്തിനുള്ളിൽ തന്നെ. അതേപോലെ എക്സ്ട്രീം 125 5 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എല്ലാം ഡിജിറ്റലാണ്. ഓഡോമീറ്ററും സ്പീഡോമീറ്ററും എല്ലാം ഡിജിറ്റൽ തന്നെയാണ് വരുന്നത് രണ്ടിലും. പിന്നെ സ്റ്റാർട്ട് വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് രണ്ടിലും ഉണ്ട്. സോ ഇത്രയൊക്കെ കുറിച്ചാണ് നമുക്ക് N125നും എക്സ്ട്രീം 125നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടിനും സ്റ്റാൻഡ് അലാറാംസ് ഉണ്ട്. പറയുമ്പോൾ നമുക്ക് കിക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോൾ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. സോ അത് നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ രണ്ടിലും ട്രിപ്പ് മീറ്റേഴ്സ് 2 ഉണ്ട്. ട്രിപ്പ് എയും ട്രിപ്പ് ബിയും ഉണ്ട്. ഡിജിറ്റൽ തന്നെയാണ്. സോ ലോ ബാറ്ററി ഇൻഡിക്കേറ്റർ N125ലുണ്ട്, പക്ഷേ എക്സ്ട്രീമിലില്ല. ഫ്യൂൽ ഗോജും രണ്ടും ഡിജിറ്റൽ തന്നെയാണ്. ടാക്കോമീറ്റേഴ്സും ഡിജിറ്റൽ തന്നെയാണ്. ഗിയർ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. പിന്നെ ഓയിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല. സോ സർവീസ് റിമൈൻഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വണ്ടിക്കും DRLസും ഉണ്ട്. പിന്നെ ഹെഡ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ടേൺ സിഗ്നൽസും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ 2 വണ്ടികളെ കുറിച്ച് പറഞ്ഞാലും രണ്ടും കൊള്ളാം. ബട്ട് സേഫ്റ്റി സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയ എക്സ്ട്രീമിൻ്റെ 125 ആണ്. ഞാനൊരു 5-6 മാസം കുറച്ച് റിവ്യൂവും അതും ഇതും കണ്ട് എടുത്ത് നല്ല നോക്കിയെടുത്തൊരു വണ്ടിയാണ് എക്സ്ട്രീമിൻ്റെ 125R. സോ അന്ന് N125 ഇറങ്ങിയിട്ടില്ലായിരുന്നു. എന്നാലും ഇപ്പം എന്നോട് ചോദിക്കുകയാണ് എക്സ്ട്രീമിൻ്റെ 125R ആണോ N125 ആണോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ എക്സ്ട്രീം 125Rൻ്റെ കൂടെ പോകുള്ളൂ. കാരണം ഇതിൻ്റെ സീറ്റ് കംഫർട്ടബിൾ, എനിക്ക് നല്ല ബാക്ക് പെയിനുള്ള ഒരാളാണ്. സോ എനിക്ക് കംഫർട്ട് ഭയങ്കര മുഖ്യമാണ്. സോ ഞാൻ എക്സ്ട്രീമിൻ്റെ 125Rൻ്റെ കൂടെ പോകാൻ കാരണം ഇത് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ABSും ഉണ്ട്. പിന്നെ ചെറിയ കുണ്ടും കുഴികളിൽ ഇറങ്ങിയാൽ അറിയത്തുമില്ല. സോ ഞാൻ പേഴ്സണലി N125 ഓടിച്ചിട്ടില്ല. സോ എന്തെങ്കിലും ഒരു ദിവസം ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. സോ എനിക്കിപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എൻ്റെ സജഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഇനി വീണ്ടും ചോദിച്ചിട്ട് ഞാൻ എക്സ്ട്രീമിൻ്റെ കൂടെ ഞാൻ പോകുമോ ഇപ്പോഴത്തേക്ക് വേറെ ഒരു സെഗ്മെൻറ്റിലെ വണ്ടി ഞാൻ ചൂസ് ചെയ്യത്തില്ല. ഞാൻ ഓൾറെഡി റൈഡറും അതും ഇതൊക്കെ നോക്കിയായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ പോകത്തുള്ളൂ. കാരണം എനിക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് 70-80 ഓടിക്കുന്ന ഒരാളാണ്. പിന്നെ മഴയത്ത് നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ സ്കിഡാവാനും പാടില്ല. സോ ABS ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. അത് N125 കൊണ്ടാണ് ഞാൻ N125 സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കണ്ടതിന് വളരെ ഉപകാരം. സോ ഇനി അടുത്ത വീഡിയോ